ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ നല്ല കുഴച്ച് കഴിക്കാനായിട്ട് ഒരു അടിപൊളി ചമ്മന്തി നമുക്കുണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് ചെറിയുള്ളി എടുക്കാം. ഒരു 10-15 അല്ലി ചെറിയുള്ളി അത് നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഉണക്കമുളകുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ ഈ ഉണക്കമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മുളക് പൊടി വേണേലും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വരണേ. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ അത് വേണേൽ വെള്ളത്തിൽ ചാലിച്ച് ഇട്ട് കൊടുക്കാം, അല്ലാതെ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് അത്യാവശ്യം വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്യാവേ. പിന്നെ നമ്മുടെ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് കിട്ടുവേ. ഇത് നമുക്കൊരു സൈഡിലോട്ട് ആറാനായിട്ട് വെക്കാവേ. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിനി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുണ്ട് ആ ചട്ടിയുടെ ചൂടുകൊണ്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുമുണ്ട്. അതിനകത്തോട്ട് ലേശം വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഞെരടിയെടുക്കുക. ഈ ഞെരടിയെടുക്കുമ്പോഴത്തേന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് ഞെരടണം. ആ പുളിയൊക്കെ നന്നായിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയിലോട്ട് ഇറങ്ങുവേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചോറിനകത്തിട്ട് ഈ ചമ്മന്തി ഉണ്ടല്ലോ, ചൂട് ചോറിനകത്തിട്ട് നല്ല ഇളക്കി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ കഞ്ഞി ഉണ്ടല്ലോ, കഞ്ഞിയുടെ സൈഡിലോട്ട് ലേശം ഈ ഉള്ളിച്ചമ്മന്തിയും വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് എന്തെങ്കിലും മെഴുക്കുവരട്ടി എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ്, നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അത് മെഴുക്കുവരട്ടി വെച്ചതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് ഇത്തിരി നമ്മുടെ സാലഡ്, നമ്മുടെ തൈരിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം എടുത്താണ്. പിന്നെ ഇത്തിരി അച്ചാർ, അതിനുശേഷം ഇത്തിരി പപ്പടവും കൂടെ വെച്ചിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെയും നല്ലതാണ്, നല്ല ചൂട് കഞ്ഞിയുടെയും കൂടെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.